ആദില നൂറയുടെ കാര്യത്തിൽ ബിഗ് ബോസ് മനഃപൂർവ്വമായ ഒരു കളി കളിച്ചു എന്നാണ് പുറത്ത് നൂറ ഫാൻസ് എല്ലാം ആരോപിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരെയും ഫിനാലെ വീക്കിലേക്ക് ഇട്ട് ഇവർ രണ്ടുപേരെയും വോട്ട് സ്പ്ലിറ്റാക്കി ഇവർ രണ്ടുപേരെയും പറഞ്ഞയക്കുന്നത് ബിഗ് ബോസിൻ്റെ ഒരു നാടകമാണ് എന്നാണ്, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു കള്ളക്കളിയാണ് എന്നൊക്കെയുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ഡബിൾ എവിക്ഷൻ നടത്തി സാബുമാനോടൊപ്പം ആദിലയും കൂടി പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ നൂറ ഇന്ന് പുറത്താകുമായിരുന്നില്ല. നൂറയുടെ വോട്ട് സ്പ്ലിറ്റ് ആവാൻ കാരണം ആദില 3 ദിവസം ഫിനാലെ വീക്കിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദില നൂറ ഫാൻസിൻ്റെ വോട്ട് ഇവർക്ക് രണ്ടുപേർക്കുമായി സ്പ്ലിറ്റ് ചെയ്ത് പോയത് കൊണ്ട് ആദിലയും ഔട്ടായി നൂറയും ഔട്ടായി എന്നാണ് പറയുന്നത്. അതേസമയം നെവിനായിരുന്നു പോകേണ്ടത്. നെവിനെ അവിടെ നിർത്താൻ വേണ്ടി ബിഗ് ബോസ് കളിച്ച ഒരു കളിയാണ് ഇത് എന്നും ഒരു ആരോപണമുണ്ട്. അത് മാത്രമല്ല, ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ച നൂറയ്ക്ക് ഡയറക്റ്റായിട്ട് ഗ്രാൻഡ് ഫിനാലിലേക്ക് എൻട്രി കൊടുക്കാതെ ഈ പറയുന്ന ഫിനാലെ വീക്കിലേക്കാണ് എൻട്രി എന്ന് പറയുന്ന ഒരു പരിപാടിയും നൂറ യോജിക്കുന്നില്ല. കാര്യം, ഒരാഴ്ചയിലെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടിയാണോ താൻ ഇത്രയും കഷ്ടപ്പെട്ട് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഏറ്റവും ഗംഭീരമായ സീസണിലെ തന്നെ മികച്ച ടാസ്ക് ജയിച്ചത് എന്നൊക്കെ നൂറ ചോദിക്കുന്നുണ്ട്. എന്തായാലും നൂറ ഇപ്പോൾ എവിക്റ്റായിരിക്കുകയാണ്. നൂറ എവിക്റ്റായി ബിഗ് ബോസ് വീടിൻ്റെ പ്രധാന വാതിൽ വഴി പുറത്തെത്തിയിരിക്കുകയാണ്. അത് വലിയ നമ്മൾ പ്രതീക്ഷിച്ച ഒരു എവിക്ഷൻ ആയിരുന്നില്ല. നെവിൻ പോകുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. എന്നാൽ നെവിന് പകരം ഷോക്കിംഗ് ആയിട്ട് നൂറ പുറത്തായെന്നാണ് പറയുന്നത്. നൂറയുടെ ആ ഒരു പുറത്താകൽ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് പറ്റിച്ച പണിയാണ്, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒരു ചതിയാണ് എന്നൊക്കെയുള്ള ആരോപണം പുറത്ത് നൂറ ഫാൻസും ആരോപിക്കുന്നുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ചെയ്യൂ. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.